ശക്തമായ മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ്. CJP അഭിജിത്ത് ദീപ്കെ വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരായ ഈ പ്രതികാര നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകളുണ്ടല്ലോ, അതായത് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല, കേസുകൾ ഉണ്ടാകില്ല, അതൊന്നും ഇതുവരെ എഴുതി നൽകാനും അവർ തയ്യാറായിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് അഭിജിത്ത് ദീപ്കയുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഐഷ ഘോഷിനെതിരെയുള്ള പോലീസ് നടപടിയിൽ മുന്നറിയിപ്പുമായി CJP നേതാവ് അഭിജിത്ത് ദീപ്കെ. പ്രതികാര നടപടി തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭം വീണ്ടും ആരംഭിക്കുമെന്നാണ് അഭിജിത്ത് ദീപ്കെ കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. हेलो एवरीवन, मैं देख रहा हूँ कई सारे स्टेट्स में पुलिस जो है वो स्टूडेंट्स को हैरेस, गवर्नमेंट स्टूडेंट्स को डराना धमकाना बंद कर दे. अगर वो इसी तरह पुलिस के द्वारा स्टूडेंट्स को डराएगी, धमकाएगी, डिटेन की धमकियां देगी, अरेस्ट की धमकियां देगी, तो कॉकरोच जनता पार्टी फिर से बहुत बड़ा प्रोटेस्ट करेगी. We will protest again if you keep harassing the students. Stop harassing the students. വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്നാണ് അഭിജിത്ത് ദീപ്കെ പറയുന്നത്. ഷമി, ഒരുപക്ഷെ ഈ ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള നടപടികൾ തുടർന്നാൽ വീണ്ടും ജന്തർ മന്ദിറിലേക്ക് വരേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുകയാണ് CJP. അതുകൂടി നമ്മൾ കാണണം. ഇന്നലെ തന്നെ അവർ SFIക്ക് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് നേതാക്കൾ എല്ലാവരും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. തീർച്ചയായും ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, രാജ്യം വീണ്ടും അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് സാക്ഷ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം ഈ ജുനൈദ് എന്ന് പറഞ്ഞ് ഒരു ആൾ, അയാളാണ് ഈ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്ക് ആദ്യഘട്ടം മുതൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അയാളെ കുടുംബത്തെ ആകെ പോലീസ് പിടിച്ചുകൊണ്ടു പോവുകയാണ്. പിന്നെ അയാളെ കഴിഞ്ഞ ദിവസം പിടിച്ചുകൊണ്ട് പോയിട്ട് കണ്ണ് കെട്ടിയടക്കം ചോദ്യം ചെയ്യുന്നു, രാത്രി മുഴുവൻ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ഭക്ഷണം കൊടുക്കാനുള്ള പണം ലഭിച്ചത് എന്നാണ് അയാളോട് ചോദിക്കുന്നത്. അങ്ങനെ ഈ സമരത്തെ ഏതെങ്കിലും തരത്തിൽ സഹായിച്ച മനുഷ്യരെ ഒന്നാകെ ഇല്ലാതാക്കാനുള്ള, അവരെ ഭയപ്പെടുത്താനുള്ള വലിയ നീക്കം നടക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഐഷ ഘോഷിനെതിരെയുള്ള ഈ ഒരു നീക്കം. ഇങ്ങനെ ഒരു സമരം നടത്തിയ A to Z ആൾക്കാരെ അവരെ വളരെ കൃത്യമായിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഇന്നല്ലെങ്കിൽ നാളെ അവർ പലതരത്തിൽ പീഡിപ്പിക്കും, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. RSSന്റെ മുഖപത്രം രാവിലെ ഒരു ലേഖനം അവർ പ്രസിദ്ധീകരിക്കുന്നു. ആ ലേഖനം എന്ന് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം അബദ്ധ ജടിലമായ ഒരു ലേഖനമാണ് എന്നുള്ളത്. അവിടെ ഇരിക്കുന്ന പണ്ട് കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്ത് BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ ചില ഫോർമാറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ അച്ചപ്പം ഉണ്ടാക്കാൻ ഒരു അച്ച് എന്ന് പറയുന്നത് പോലെ ഇവർ കുറച്ച് സാധനം ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ചില പേരുകളൊന്ന് മാറ്റും. ആ പേരുകൾ മാറ്റും. മുൻപൊക്കെ പാകിസ്ഥാൻവാദികളായിരുന്നു എന്നായിരുന്നു ഈ ലേഖനങ്ങളിൽ പറഞ്ഞിരുന്നതെങ്കിൽ പിന്നീട് അതിൽ എഴുതുന്നത് ഈ പ്രാവശ്യത്തെ സമരത്തിൽ അവർ എഴുതിയത് അത് ചൈന ആണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ചൈന എന്നുള്ള പേര് മാറ്റി പാകിസ്ഥാൻ എന്നുള്ളത് മാറ്റി ചൈന എന്നുള്ളത് ആക്കി കഴിഞ്ഞപ്പോഴും അതിൻ്റെ താഴെ വന്നിട്ടുള്ള മറ്റ് പേരുകളൊന്നും അത്ര കൂട്ടി യോജിക്കുന്നില്ല. പഴയ കാലത്ത് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളെയെല്ലാം ഇതിനോടങ്ങ് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് ചൈനീസ് എംബസി ചൈനയുടെ 100ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോയി. അവിടുത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. രണ്ട് പരസ്പര സ്നേഹത്തിൻ്റെ ഒരു അവസരത്തിൽ അവിടെ ചെന്ന് അവിടുത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന CPIM ജനറൽ സെക്രട്ടറിയെയും ഐഷ ഘോഷിനെയും ആദർശം സജിയെയും ഒക്കെ ചൈനയുടെ ചാരന്മാരാണല്ലോ രാവിലെ എണീറ്റ് ചൈനീസ് എംബസിയിൽ പോയിട്ട് അവിടുന്ന് മറ്റേ ഗിഫ്റ്റും ഒക്കെ മേടിച്ച് ഫോട്ടോ എടുത്ത് വരുന്നത്. ഇത്രമാത്രം ബുദ്ധിശൂന്യമായ പ്രയോഗങ്ങൾ നടത്തുകയും തങ്ങൾക്ക് അനുകൂലമായി ഏത് രീതിയിലും ആൾക്കാരെ വക്രീകരിക്കുകയും അവരെ പാകിസ്ഥാൻ ചാരനെന്നോ അതല്ല ചൈനീസ് ചാരന്മാരോ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ഒരു ലേഖനം രാവിലെ ഇടുകയാണ്. അതിനുശേഷം വൈകിട്ട് നോക്കുമ്പോൾ അതെല്ലാം മാറ്റുകയാണ്. അതെല്ലാം മാറ്റിയിട്ട് ഓരോരുത്തരെയും നെയിം ചെയ്യുകയാണ്. ഇപ്പോൾ യോഗേന്ദ്ര യാദവ്, ജോൺ ബ്രിട്ടാസ്, അരുന്ധതി റോയ്, അങ്ങനെ സാഗരിക ഘോഷ്, ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേര് ഇങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് അടിച്ചിടുകയാണ്. ഇവരെല്ലാം കൂടി ചേർന്നാണ് ഈ സമരം നടത്തിയത്. ഇത്രയും ശക്തി ഇവർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നേരത്തെ ഈ രാജ്യത്ത് സമരം ഉണ്ടായേനെ. അതൊന്നും അല്ല. ഇത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഉള്ളിലൊരു വികാരമുണ്ട്. ആ വികാരം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതാണ് അതിൻ്റെ വസ്തുത. അവിടെ ആ സമരം വരുന്ന സമയത്ത് അതിന് എല്ലാ സഹായവും SFIയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ചെയ്തു. ഇപ്പോൾ ഇന്നലെ ഐഷ ഘോഷ് നമ്മളോട് തന്നെ പറഞ്ഞതാണ്, അമേരിക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അയാൾ അഭിജിത്ത് ദീപ്കെ നമ്മളെ വിളിച്ചിരുന്നു. ഈ സമരത്തിന് SFIയുടെ പിന്തുണ വേണം എന്ന് പറഞ്ഞിരുന്നു. നൽകാമെന്ന് പറഞ്ഞു. കാരണം SFIയും അഭിജിത്ത് ദീപ്കെയും
കോക്രോച്ച് ജനതാ പാർട്ടിയും ഉയർത്തുന്ന ആവശ്യങ്ങൾ വളരെ ജെനുവിനാണ്. ഈ രാജ്യത്തെ ഒരു പരീക്ഷാ സമ്പ്രദായമുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യർ, 25 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന നീറ്റ് പരീക്ഷ, ആ നീറ്റ് പരീക്ഷ ഫെയർ ആവണം, അത് സുതാര്യമാവണം എന്നാണ് ഈ രാജ്യത്തെ കുട്ടികൾ ആവശ്യപ്പെടുന്നത്. ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 4 തവണയാണ് ഈ പരീക്ഷാ പേപ്പർ ചോർന്നത്. ഈ NDA എന്ന് പറയുന്ന സംവിധാനം 2018 വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 4 തവണ ഈ പരീക്ഷാ പേപ്പർ ചോരുകയാണ്. നമ്മൾ ആലോചിക്കണം മനു, ഈ സംവിധാനത്തിൽ ഈ NDA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ ഉള്ള ഉദ്യോഗസ്ഥരിൽ ഒരാൾ പോലും ഈ പറയുന്നത് പോലെ പിന്നെ ഒരു സ്ഥിരം ജീവനക്കാരനില്ല. എവിടുന്നോ വന്ന കുറച്ച് താൽക്കാലിക ജീവനക്കാർ, കുറച്ച് ഡെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന മനുഷ്യർ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഈ സമരവുമായി ഈ NDA-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആ ആൾക്കാർ ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തിന് സുതാര്യതയില്ല, അത് ഫെയർ അല്ല എന്ന ആക്ഷേപം SFIയും AESFും എത്രയോ കാലമായി, പിന്നെ KSUവിനും NSUവിനെ സംബന്ധിച്ചൊന്നും അവർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവുമില്ല. അവരിതിലൊന്നും ഇടപെടുകയില്ല. അവർക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവുക എന്നുള്ളതിനപ്പുറത്തൊന്നും ഈ രാജ്യത്തിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു കാലത്തും കോൺഗ്രസ് ടെൻഷനല്ല, NSU ടെൻഷനല്ല, KSU ടെൻഷനല്ല. പിന്നെ പാർലമെന്റ് കൂടുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വന്ന് എന്തെങ്കിലുമൊക്കെ പറയും, അദ്ദേഹം പോകും. നല്ല പത്രക്കാർ ഉള്ള സമയത്ത് അവർ വരും. നല്ലൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലായാൽ അവരത് ചെയ്തിട്ട് പോകും. അത്രയേ ഉള്ളൂ. നമ്മൾ അതിൽ കൂടുതൽ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ലെഫ്റ്റിനെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. അവർ ഈ രാജ്യത്തെ ഓരോ വിഷയങ്ങളും വളരെ കൃത്യമായി ഏറ്റെടുക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അഭിജിത് ദീപ്കെ ഫോൺ വിളിക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ പിന്നെ ഐഷ ഘോഷ് പറയുന്നു, ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും. നമുക്കറിയാം ഈ സമരത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ആ സമരത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അതിന് വേണ്ടുന്ന ഡയറക്ഷൻസ് ഈ പറയുന്ന പോലെ കുറച്ച് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി. അസ്വാഭാവികമായും അവർക്ക് ഒരു സമരം എങ്ങനെ നടത്തണമെന്ന് അറിയില്ല. വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ ദിശാബോധവും നൽകി ഈ സമരത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ SFIക്ക് AESFന് ഒക്കെ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രതികാര നടപടികൾ അവർ തുടരുന്നു. ഐഷ ഘോഷിനെതിരെയുള്ള പ്രതികാര നടപടി, അതുപോലെ തന്നെ ഈ സമരത്തെ പിന്തുണച്ചവരെയെല്ലാം അവർ പരമാവധി ഉപദ്രവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരു കാര്യം അവർ മനസ്സിലാക്കുക, ഈ രാജ്യത്ത് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ഭരണഘടനയെ അടിസ്ഥാനത്തിൽ അതിനെ ബൈബിളായി കരുതിക്കൊണ്ട് ഈ രാജ്യം മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ഈ രാജ്യത്ത് മതേതരത്വം ഉണ്ടാവും. ഈ പറയുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും ഈ മനുഷ്യർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കെല്ലാവരും ഇന്നിനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് കാത്തിരിക്കാം.